ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ ദിനത്തിലെ നമ്മുടെ വായന ഭാഗം നെഹമ്യാ പ്രവചനം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നെഹമ്യാ പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യം. ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. അനേകമായ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും ദൈവഹിതം പൂർത്തീകരിക്കുന്ന ഒരു ജനതയെയാണ് നാം ഇന്നത്തെ വായനാ ഭാഗത്ത് കാണുന്നത്. യെരുശലേമിൻ്റെ മതിൽ പണിയുന്ന സാഹചര്യത്തിൽ നെഹമ്യാവിനും കൂടെയുള്ളവർക്കും അനേക എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നു. പുറത്തുള്ള ശത്രുക്കളുടെ പീഡനങ്ങളും അതുമൂലമുണ്ടായ നിരാശകളും ഭയങ്ങളുമെല്ലാം ദൗത്യത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ അവരെ പ്രേരിപ്പിക്കത്തക്കതായിരുന്നു. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കുന്നു. ഈ സംഭവത്തിൽ നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ജാഗ്രതയോടെ ജീവിക്കുക. ഇന്നത്തെ വായനാഭാഗം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് ആക്രമിക്കുവാൻ പദ്ധതിയൊരുക്കുന്ന ശത്രുക്കളെയാണ്. കുറിവാക്യത്തിൽ നമ്മൾ കേട്ടതുപോലെ മതിൽ പണി ചെയ്യുവാനായിട്ട് ഒരുങ്ങുന്ന യഹൂദന്മാരെ ശത്രുക്കൾ നിന്ദിക്കുകയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം അവിടെ ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വിമർശനങ്ങളും നിന്ദകളും അപമാനങ്ങളും അവർ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഇത്തരത്തിലെ പരിഹാസങ്ങളിൽ നാം വീണു പോകുവാനായിട്ട് പാടില്ല. ശത്രുക്കളെ ജാഗ്രതയോടെ നേരിടുന്ന ഒരു സമൂഹത്തെയാണ് നാം ഇവിടെ കാണുന്നത്. നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾ ഒരു കൈയിൽ ആയുധവും മറ്റേ കൈയിൽ പണിയായുധവും പിടിച്ച് അവർ തങ്ങളുടെ വേല തികയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇത്തരത്തിൽ ക്രിസ്തീയ ജീവിതവും ഒരു ആത്മീയ യുദ്ധമാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ ജാഗ്രതയും നമുക്ക് ആവശ്യമാണ്. എങ്കിലേ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നമുക്ക് നേരിടുവാനായിട്ട് കഴിയുകയുള്ളൂ. രണ്ടാമതായിട്ട്, ശുഭാപ്തി വിശ്വാസം ഉള്ളവരാകുക. ഇവിടെ 52 ദിവസങ്ങൾക്കുള്ളിൽ മതിൽ പണി പൂർത്തിയായതായിട്ട് കാണുന്നു. അവരുടെ ശത്രുക്കൾ പോലും തങ്ങൾ ഏറെ നിസ്സാരന്മാരാണല്ലോ എന്ന് തോന്നുമാറ് ദൈവം ആരംഭിച്ച വേല ദൈവം തന്നെ പൂർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ശത്രുവിൻ്റെ പോരാട്ടം എന്തു തന്നെ ആയാലും ദൈവിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ശക്തി അവൻ പകർന്നു തരും. ദൈവമഹത്വം വെളിപ്പെടുവാനുള്ള പ്രവൃത്തികൾ ഒരിക്കലും വ്യർത്ഥമായി പോകാറില്ല. നമുക്കും ഇത്തരത്തിൽ വലിയ ഉറപ്പും ശുഭാപ്തി വിശ്വാസവും ഉണ്ടായിരിക്കണം. ഇന്ന് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മതിൽപ്പണി എന്താണ്? കുടുംബമോ, ആത്മീയ ജീവിതമോ, ശുശ്രൂഷയോ? ഇവ തിരിച്ചറിഞ്ഞ് അനുഗ്രഹീതമായ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ തിരുവചനത്തിൽ നിന്ന് ഓർമ്മിപ്പിച്ചതുപോലെ ജാഗ്രതയോടെ ജീവിക്കുവാനും ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുവാനും ഞങ്ങളെ ഏവരെയും ഒരുക്കണമേ. ആമേൻ.